കോഴിക്കോട് വിലങ്ങാടിൽ ശക്തമായ മഴയെ തുടർന്ന് ടൗണിൽ വെള്ളം കയറി 30ഓളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു. 4 ആഴ്ച മുൻപ് ഉരുൾപൊട്ടിയ പ്രദേശമാണ് വിലങ്ങാട്. അടിയന്തര സാഹചര്യം ഉണ്ടായാൽ കൂടുതൽ പേരെ മാറ്റി പാർപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വിലങ്ങാട് പുഴയിലെ ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ്. മേപ്പാടി സ്കൂൾ ഇന്ന് തുറന്നു. വയനാട് ഉരുൾ ദുരന്തത്തിൽ ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളാണ് തുറന്ന് പ്രവർത്തിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമയിലുണ്ടായ വെളിപ്പെടുത്തലിൽ മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും രാജിവെച്ചു. നിലവിലെ അമ്മ ഭരണസമിതി പിരിച്ചുവിടുകയായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയതിനെ തുടർന്നാണ് താരസംഘടനയായ അമ്മയിൽ കടുത്ത ഭിന്നതയുണ്ടായത്. സിനിമാ മേഖലയിലെ ആരോപണങ്ങളിൽ അന്വേഷണം വേണമെന്ന് സിനിമാ താരവും പ്രൊഡ്യൂസറുമായ പൃഥ്വിരാജ് വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞു. പരാതി പരിഹരിക്കുന്നതിൽ AMMAക്ക് വീഴ്ച പറ്റിയെന്നും പവർ ഗ്രൂപ്പ് ഇല്ലെന്ന് അവകാശപ്പെടാനാവില്ല എന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും ആരോപണങ്ങളിലും അന്വേഷണം വേണമെന്നും കുറ്റക്കാർക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കണമെന്ന് സിനിമാ മേഖലയിലെ ആരോപണങ്ങളിൽ തുറന്നടിച്ച് പൃഥ്വിരാജ് വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് തെരുവുനായ ആക്രമണത്തിൽ 32 പേർക്ക് പരിക്ക്. കടിച്ചത് ഒരേ നായെന്നാണ് സംശയം. തിരുവനന്തപുരം കരമന, കൈമനം, ചിറമുക്ക് മേഖലകളിലാണ് തെരുവുനായയുടെ ആക്രമണമുണ്ടായത്. 32 പേരെയാണ് തെരുവുനായ കടിച്ചത്. ഇവരെയെല്ലാം ഒരേ നായ തന്നെയാണ് കടിച്ചതെന്നാണ് നിഗമനം. പരിക്കേറ്റവർ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി. പോത്തീസിന്റെ അടുത്തു നിന്നാണ് നിരവധി പേരെ നായ കടിച്ചത്. ഈ നായ തന്നെയാണ് പലയിടത്തും ആക്രമണം നടത്തിയതെന്നാണ് വിവരം. നായക്കായി തിരുവനന്തപുരം നഗരത്തിൽ ഡോഗ് സ്ക്വാഡിന്റെ തെരച്ചിൽ ആരംഭിച്ചു. 2 ഡോഗ് സ്ക്വാഡുകളായാണ് തെരച്ചിൽ നടത്തുന്നത്. അതേസമയം തെരുവുനായക്ക് പേവിഷബാധ ഉണ്ടോ എന്നാണ് ഉയരുന്ന സംശയം. ചികിത്സ തേടിയ എല്ലാവർക്കും പേവിഷ വാക്സിൻ കൊടുക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. അതേസമയം ഇതേ സംഭവം തന്നെ മധ്യപ്രദേശിലും അരങ്ങേറി. തെരുവുനായയുടെ കടിയേറ്റ യുവാവ് അക്രമാസക്തനായി പ്രദേശവാസികളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. മധ്യപ്രദേശിലെ സാഗറിലാണ് സംഭവം. പ്രദേശത്തെ പച്ചക്കറി മാർക്കറ്റിൽ സ്വീപ്പറായി ജോലി ചെയ്യുന്ന സോനു എന്ന യുവാവാണ് അക്രമാസക്തനായത്. 2 ആഴ്ച മുമ്പാണ് സോനുവിനെ തെരുവുനായ കടിച്ചത്. തുടർന്ന് യുവാവിന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികമായ മാറ്റങ്ങൾ ഉണ്ടായതായി പ്രദേശവാസികൾ പറയുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിലെ പാർക്കിംഗ് ഫീസ് വർധന മരവിപ്പിച്ചു. ടാക്സി വാഹനങ്ങളുടെ പാർക്കിംഗ് ഫീസ് കുത്തനെ കൂട്ടിയതിനെ തുടർന്ന് ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു. തുടർന്ന് എയർപോർട്ട് അതോറിറ്റിയുടെ പിന്മാറ്റമുണ്ടായതോടെ ടാക്സി വാഹനങ്ങളുടേത് ഒഴികെയുള്ള മറ്റു നിരക്കുകൾ തുടരും. ഈ മാസം 16-നാണ് 40 രൂപയായിരുന്ന ടാക്സി വാഹനങ്ങളുടെ പാർക്കിംഗ് ഫീസ് ഒറ്റയടിക്ക് 283 ആയി ഉയർത്തിയത്. പ്രതിസന്ധിയിലായ ടാക്സി ഡ്രൈവർമാർ അന്നു മുതൽ പ്രതിഷേധത്തിലായിരുന്നു. വിമാനത്താവളത്തിനു മുന്നിൽ ഡ്രൈവർമാരും ടാക്സി ഉടമസ്ഥരും നിരവധി സമരങ്ങൾ നടത്തി. പ്രതിഷേധം ശക്തമായതോടെ അധിക ഫീസ് ഈടാക്കില്ലെന്ന് എയർപോർട്ട് അതോറിറ്റി തീരുമാനിച്ചു. 10-20 രൂപയുടെ നോട്ടുകൾ അച്ചടി നിർത്തുകയാണ്. വൈകാതെ റിസർവ് ബാങ്ക് ജനങ്ങളിൽ തീരുമാനം അറിയിക്കും. നാടെങ്ങും വിപുലമായി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു. കമനീയമായ വസ്ത്രങ്ങൾ അണിഞ്ഞ് പുല്ലാങ്കുഴലേന്തി ഉണ്ണിക്കണ്ണന്മാർ ആനന്ദ നൃത്തം ചെയ്തു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ മങ്ങിയ നിലയിൽ തന്നെയായിരുന്നു. എങ്കിലും പലയിടത്തും നല്ല രീതിയിൽ തന്നെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ നടന്നു. ഗുരുവായൂരിൽ പതിവ് പോലെ ഭക്തജനങ്ങളുടെ തിരക്ക് അനുഭവപ്പെട്ടു. പൊന്നിൻ ചിങ്ങം മായുന്നതോടെ മഴ ശക്തമാവും. വാർത്തകൾ കൂടുതൽ അറിയുന്നതിന് BN News കേരള സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും തുടർന്ന് കാണുക, ഷെയർ ചെയ്യുക. നന്ദി.